ഇന്ന് നമ്മുടെ പരിശോധനാ ഫലം 2 പേർക്കാണ് പോസിറ്റീവ്, 8 നെഗറ്റീവുമാണ്. പക്ഷേ ഇന്നത്തെ പോസിറ്റീവായ 2-ൽ 1 വയനാടാണ്. വയനാട് കഴിഞ്ഞൊരു മാസക്കാലത്തിലധികമായി പോസിറ്റീവ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു ജില്ലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വയനാടിനെ ഗ്രീൻ സോണിലായിരുന്നു ഈ റിസൾട്ട് വരുന്നവരെ പെടുത്തിയിരുന്നത്. ആ ഒരു ചിത്രം മാറിപ്പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ 1 കണ്ണൂരാണ്. നെഗറ്റീവായത് കണ്ണൂർ 6, ഇടുക്കി 2. ഇതുവരെ 499 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 96 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 21,894 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതിൽ 21,494 പേര് 21,894-ൽ 21,494 വീടുകളിലാണ്. 410 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 80 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് 31,183 അതിൽ 30,358 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മുൻഗണനാ ഗ്രൂപ്പുകളിലെ 2,093 സാമ്പിളുകൾ അയച്ചപ്പോൾ 1,234 നെഗറ്റീവ് ഫലം വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിപ്പോൾ ആകെ 80 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പുതുതായി ഹോട്ട്സ്പോട്ടുകളില്ല. 23 ഹോട്ട്സ്പോട്ടുകൾ കണ്ണൂർ ജില്ലയിലാണ്. ഇടുക്കിയിൽ 11, കോട്ടയത്തും 11. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ചികിത്സയിലുള്ളത് കണ്ണൂരിലാണ്, 38 പേർ. ഇവരിൽ 2 പേർ കാസർഗോട്ടുകാരാണ്. എന്നാൽ ഒരു കണ്ണൂർ സ്വദേശി കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോട്ടയത്ത് 18 പേര്, അതിലൊരാൾ ഇടുക്കിയിലാണ്. കൊല്ലത്തും ഇടുക്കിയിലും 12 പേർ വീതം. രാജ്യത്ത് ലോക്ക്ഡൗൺ കേന്ദ്ര സർക്കാർ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അതേസമയം കൂടുതലായി ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പൊതുവായ മാർഗനിർദ്ദേശങ്ങളുടെ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടനെ പുറപ്പെടുവിക്കും. രോഗചികിത്സക്കും പ്രതിരോധത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് ആദ്യഘട്ടത്തിൽ നാം സ്വീകരിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിന് നല്ല ഫലമുണ്ടായിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവില്ല. സാമൂഹ്യ വ്യാപനം എന്ന ഭീഷണി ഒഴിഞ്ഞുപോയി എന്നും പറയാനാവില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നല്ല ജാഗ്രത
തുടർന്നും നാം പുലർത്തേണ്ടതുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊന്നുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ ചലനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. സ്വാഭാവികമായ ജനജീവിതം എത്രത്തോളം അനുവദിക്കാനാവും, ഇതാണ് സർക്കാർ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രവാസി സമൂഹമാണ് കഴിയുന്നത്. അവരുടെ നാടുകൂടിയാണ് ഇത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം പടിപടിയായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ രോഗവ്യാപനത്തിനിടയാവാത്ത തരത്തിലുള്ള ജാഗ്രതയും നാം പുലർത്തിപ്പോവണം. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലത്തെ ഉത്തരവനുസരിച്ച് ലോക്ക്ഡൗൺ മെയ് 17 വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തുള്ള ജില്ലകളെ 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. റെഡ്, ഓറഞ്ച്, ഗ്രീൻ സോണുകളായിട്ട്. 21 ദിവസമായി കോവിഡ് പോസിറ്റീവുകളില്ലാത്ത ജില്ലകളാണ് ഗ്രീൻ സോൺ. അപ്പോൾ കേന്ദ്രം ഇന്നലെ ഇറക്കിയ പട്ടിക അനുസരിച്ച് എറണാകുളവും വയനാടും ഗ്രീൻ സോണിലാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ പരിശോധനയിൽ ഒരു പോസിറ്റീവ് കേസ് വന്നതുകൊണ്ട് വയനാടിനെ ഓറഞ്ച് സോണിലേക്ക് മാറ്റുകയാണ്. അതോടൊപ്പം കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് തന്നെ 21 ദിവസത്തിലധികമായി പുതിയ കോവിഡ് കേസുകളില്ലാത്ത ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകൾ കൂടി ഗ്രീൻ സോണിൽ പെടുത്തുകയാണ്. കേന്ദ്ര മാനദണ്ഡപ്രകാരം തന്നെയാണ് ഈ മാറ്റം. നിലവിൽ കോവിഡ് പോസിറ്റീവ് രോഗികൾ ചികിത്സയിലില്ലാത്ത ജില്ലകൾ കൂടിയാണിത്. കണ്ണൂർ, കോട്ടയം ജില്ലകളെയാണ് കേന്ദ്ര സർക്കാർ റെഡ് സോണിൽ പെടുത്തിയത്. അത് അങ്ങനെ തന്നെ തുടരും. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ജില്ലകളെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഓറഞ്ച് സോണിൽ ഉൾപ്പെടുത്തിയത്. ഇത് പ്രകാരം സംസ്ഥാനത്തെ കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞ വയനാട് കൂടി അതിൽപ്പെടുകയാണ്. ഈ ജില്ലകളെല്ലാം ഓറഞ്ച് സോണിൽപ്പെടും. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സമയാസമയം ഓരോ ജില്ലയിലെയും സ്ഥിതി വിലയിരുത്തി സോണുകളുടെ തരംതിരിക്കലിൽ മാറ്റം വരുത്തും. റെഡ് സോണിലെ ജില്ലകളിലെ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അതിനൊരു കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇളവുകളുണ്ടാവും. നേരത്തെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഹോട്ട്സ്പോട്ടുകളായ നഗരസഭകളുടെ കാര്യത്തിൽ ഏത് വാർഡോ ഡിവിഷനോ ആണോ ഹോട്ട്സ്പോട്ടായിട്ടുള്ളത് അതടച്ചിടുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇത് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കൂടി വ്യാപിപ്പിക്കുകയാണ്. പഞ്ചായത്തുകളുടെ കാര്യത്തിലൊരു വ്യത്യാസം, വാർഡും അതിനോട് കൂടിച്ചേർന്ന് കിടക്കുന്ന വാർഡുകളും ആവശ്യമാണെങ്കിൽ ഉൾപ്പെടുത്തും.
അങ്ങനെ ആ ഒരു പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റും. നമ്മുടെ ഗ്രീൻ സോൺ ജില്ലകളിൽ പൊതുവിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക തന്നെ വേണം. കേന്ദ്ര സർക്കാർ പൊതുവായി അനുവദിച്ച ഇളവുകൾ സംസ്ഥാനത്താകെ നടപ്പാക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം അനുവദനീയമല്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രീൻ സോണിലടക്കമാണ്. ഗ്രീൻ സോണിലടക്കം പാടില്ല. അതിലൊന്ന് പൊതുഗതാഗതം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് പുറമെ 2 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. അത് ഹോട്ട്സ്പോട്ടിൽ, ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അതും പാടില്ലാത്തതാണ്. 2 വീലറുകളിൽ പിൻസീറ്റ് യാത്ര ഒഴിവാക്കേണ്ടതാണ്. അതായത് 2 ആൾ പാടില്ല എന്നർത്ഥം. എന്നാൽ പിന്നെ മുന്നിലാകാൻ നോക്കരുത്. ഒരാൾ മാത്രമേ ഈ 2 വീലറിൽ സഞ്ചരിക്കാവൂ എന്നാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ അത്യാവശ്യ കാര്യത്തിനായി പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഇളവ് അനുവദിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൽ എത്തേണ്ടയാളെ ഒരു സഹോദരിയെ സഹോദരൻ കൊണ്ടുപോകുന്നു, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അത്തരം കാര്യങ്ങൾ അനുവദിക്കുന്ന നിലയുണ്ടാവും. ആളുകൾ കൂടിച്ചേരുന്ന ഒരു പരിപാടിയും പാടില്ല. സിനിമാ തിയേറ്റർ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയിലുള്ള നിയന്ത്രണം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരും. ഇതിൽ ആളുകൾ കൂടിച്ചേരുന്ന എല്ലാ പരിപാടികളും നേരത്തെ ഉള്ളതുപോലെ തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. അത് സാമൂഹ്യ പരിപാടിയായാലും കുടുംബ പരിപാടിയായാലും രാഷ്ട്രീയ പരിപാടിയായാലും ഇതുപോലുള്ള സിനിമാ തിയേറ്ററോ മറ്റു കാര്യങ്ങളോ എല്ലാമായാലും ആരാധനാലയങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അതേപോലെ തന്നെ പാർക്കുകൾ, ജിംനേഷ്യം അതുപോലുള്ള ഇടങ്ങളിലെ കൂടിച്ചേരലുകളും ഉണ്ടാകാൻ പാടില്ല. മദ്യഷാപ്പുകൾ ഈ ഘട്ടത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മാളുകൾ, ബാർബർ ഷാപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ ഇതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ ബാർബർമാർക്ക് വീടുകളിൽ പോയി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ജോലി ചെയ്യാവുന്നതാണ്. വിവാഹം, മരണാനന്തര ചടങ്ങ് ഇതിലൊക്കെ 20-ലധികം ആളുകൾ പാടില്ല എന്നാണ് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ്. അതാ നിലക്ക് തന്നെ തുടരേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല. പരീക്ഷാ നടത്തിപ്പിനായി മാത്രം നിബന്ധനകൾ പാലിച്ച് തുറക്കാവുന്നതാണ്. ഇതോടൊപ്പം ഞായറാഴ്ച പൂർണ്ണ ഒഴിവു ദിവസമായി കണക്കാക്കണം. കടകളോ ഓഫീസുകളോ ഒന്നും തുറക്കാൻ പാടില്ല. വാഹനങ്ങളും അന്ന് പുറത്തിറങ്ങാതിരിക്കണം. ഇത് ഇന്ന് പറയുന്നതുകൊണ്ട് നാളെ നടപ്പാക്കാൻ കുറച്ച് വിഷമമുണ്ടാവും.
അതുകൊണ്ട് നാളെ അത് പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ നടപ്പാക്കാൻ പറ്റുന്നവരെല്ലാം നാളെ തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിക്കണം. തുറന്നുള്ള ഞായറാഴ്ചകളിൽ ഈ നിയന്ത്രണം പൂർണ്ണതോതിൽ നിലവിൽ കൊണ്ടുവരാനാവണം. അപ്പോൾ മുഴുവൻ പേരും അതുമായി സഹകരിക്കണം. അവശ്യ സർവീസുകളല്ലാത്ത സർക്കാർ ഓഫീസുകൾ നിലവിലെ രീതിയിൽ തന്നെ മെയ് 15 വരെ പ്രവർത്തിക്കാവുന്നതാണ്. ഗ്രൂപ്പ് എ, ബി ഉദ്യോഗസ്ഥരുടെ 50%, സി, ഡി ഉദ്യോഗസ്ഥരുടെ 33% ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ്. അനുവദിക്കുന്ന കാര്യങ്ങളെടുത്താൽ ഗ്രീൻ സോണുകളിൽ കടകമ്പോളങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 7:30 വരെയായിരിക്കും. അകലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും പാലിക്കണം. ഇത് ആഴ്ചയിൽ 6 ദിവസവും അനുവദിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരണം. ഗ്രീൻ സോണുകളിലെ സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം പരമാവധി 50% ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ, അതായത് കണ്ടെയ്ൻമെൻറ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾക്ക് പാർസലുകൾ നൽകാനായി തുറന്ന് പ്രവർത്തിക്കാം. അവിടെ ഭക്ഷ്യവിതരണമില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് നിലവിലുള്ള സമയക്രമമാണ് പാലിക്കേണ്ടത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നിലവിലെ സ്ഥിതി തുടരാവുന്നതാണ്. ഒന്നിലധികം നിലകളില്ലാത്ത ചെറുകിട ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ 5-ൽ താഴെ ജീവനക്കാരുടെ സേവനത്തോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. പക്ഷേ ഈ ഇളവുകൾ ഗ്രീൻ, ഓറഞ്ച് സോണുകൾക്കാണ് ബാധകം. അതുപോലെ തന്നെ ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടാക്സി, യൂബർ പോലുള്ള ക്യാബ് സർവീസുകൾ അതെല്ലാം അനുവദിക്കും. ഡ്രൈവറും 2 യാത്രക്കാരും മാത്രമേ പാടുള്ളൂ. ഹോട്ട്സ്പോട്ടുകളിലൊഴികെ ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ അന്തർജില്ലാ യാത്രക്ക്, അതായത് പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക്, സാധാരണഗതിയിലില്ല, പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അന്തർജില്ലാ യാത്രക്ക് അനുമതി നൽകും. അത് പൊതുവാഹനമല്ല, കാറുകളിൽ പോകുമ്പോൾ പരമാവധി 2 യാത്രക്കാരും ഡ്രൈവറും. ചരക്ക് വാഹനങ്ങളുടെ നീക്കത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല, പ്രത്യേക പെർമിറ്റും വേണ്ടതില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാവുന്നതാണ്. ഇത് ഹോട്ട്സ്പോട്ടുകളിൽ പൊതു നിയന്ത്രണമുണ്ട്, ആ നിയന്ത്രണത്തിന് വിധേയമാകണം. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വീടുകളിൽ തന്നെ കഴിയണം. വൈകിട്ട് 7:30 മുതൽ രാവിലെ 7 വരെയുള്ള സഞ്ചാരത്തിന് നിയന്ത്രണമുണ്ടാകും. അതായത് രാത്രികാല സഞ്ചാരം നിയന്ത്രണമുണ്ടാകും. അത്യാവശ്യവും അനുവദനീയവുമായ കാര്യങ്ങൾക്ക് റെഡ് സോണുകളിലും വാഹനങ്ങൾ ഓടാൻ അനുവദിക്കും. അവിടെയും 2 യാത്രക്കാർ മാത്രമേ ഡ്രൈവർക്ക് പുറമേ ഉണ്ടാകാവൂ.
ടു വീലറിൽ പിൻസീറ്റ് യാത്രയ്ക്ക് അനുവാദമുണ്ടാവില്ല. കൃഷിയുടെ കാര്യത്തിൽ നേരത്തെ ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്, അത് തുടരും. വ്യവസായത്തിൻ്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ ഇളവുകൾ തുടരും. കേന്ദ്രം അനുവദിച്ച, ഇവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ ഇളവുകളും സംസ്ഥാനത്ത് ബാധകമായിരിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിശ്ചിത സ്ഥലങ്ങളിൽ പ്രഭാത സവാരി അനുവദിക്കും. ഇത്തരമൊരു പൊതുവായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ചില സവിശേഷതകളുണ്ടാകും. ആ സവിശേഷതകൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വേണ്ടതായിട്ട് വരാം. മാറ്റം എന്താണോ വേണ്ടത് അത് ജില്ലാ കലക്ടർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിക്കണം, ജില്ലാ കലക്ടറുടെ ശുപാർശയായിട്ട്. സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുത്തുകൊണ്ട് ആഭ്യന്തര ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, റവന്യൂ, തദ്ദേശ, ആരോഗ്യ, IT വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, പോലീസ് മേധാവി, ഇവരെല്ലാം അടങ്ങുന്നൊരു സമിതിയുണ്ട്. ആ സമിതി പരിശോധിച്ച് ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കും. പോസ്റ്റ് ഓഫീസുകൾ തുറന്നിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് കളക്ട് ചെയ്ത പണം അടക്കുന്നതിന് പോകാനുള്ള അനുമതിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആ പണമടക്കാൻ അവർക്ക് അനുമതി നൽകും. അത് ഈ ഹോട്ട്സ്പോട്ടുകളിൽ പറ്റില്ല, മറ്റെല്ലാ പ്രദേശങ്ങളിലും നൽകും. കാർഷിക നാണ്യവിളകളുടെ വ്യാപാരം സ്തംഭിച്ചു പോയിട്ടുണ്ട്. ഇത് കാർഷിക വൃത്തിയെയും കർഷക ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ കർഷക രംഗത്ത് എല്ലാ പ്രോത്സാഹനവും നൽകണമെന്നാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തുറക്കാൻ അനുമതി നൽകും. വ്യാവസായിക, വാണിജ്യ, വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് അടക്കുന്നതിന് 6 മാസത്തെ സാവകാശം നൽകാനും ലേറ്റ് പേയ്മെൻറ്റ് സർചാർജ് 18% നിന്ന് 12% കുറക്കാനും തീരുമാനിച്ചിരുന്നു. ഈ അളവുകൾ സ്വകാര്യ ആശുപത്രികൾക്കും ബാധകമാക്കുന്നതിന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു ഘട്ടത്തിൽ നമ്മുടെ സമൂഹം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ പ്രായമായവർ, കിഡ്നി, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗബാധിതർ, ചിലർ കിഡ്നി രോഗമായിരിക്കും, ഹൃദ്രോഗവും ക്യാൻസറും ഒക്കെ ഗുരുതരമായ രോഗമാണ്. ഇത്തരം ആളുകൾക്ക് കോവിഡ് വ്യാപക സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വ്യാപന സാധ്യത കൂടുതലുള്ള വിഭാഗമാണിത്, പ്രായമായവരും ഈ പറഞ്ഞ രോഗങ്ങളുള്ളവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടി വരും. അവർ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വീട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് നല്ല ബോധവാന്മാരാവണം. ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായവും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിൽ പ്രത്യേകമായി നമ്മുടെ ചാനലുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും.
സർക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനവും ബോധവൽക്കരണവും പ്ലാൻ ചെയ്യുന്നുമുണ്ട്. വീടുകളിൽ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേകമായൊരു നോട്ടീസും നൽകുന്ന സ്ഥിതിയുണ്ടാവും. ഇവിടെ ഇനിയുള്ളൊരു ഘട്ടം നേരിടുന്നതിന് ഈ വിഭാഗത്തെ സംരക്ഷിക്കൽ വളരെ പ്രധാനമാണ് എന്ന് നാം കാണണം. രോഗവ്യാപന സാധ്യത കൂടുതലായിട്ടുള്ള ഈ വിഭാഗത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതി സമൂഹത്തിനാകെ സ്വീകരിക്കാൻ കഴിയണം. ഇത്തരം കാര്യങ്ങൾ നാട്ടിലാകെ എത്തിക്കുന്നതിനും പൊതുവിൽ അതിനനുസരിച്ചുള്ള ജാഗ്രതയും ഗൗരവബോധവും ഉണ്ടാകുന്നതിനും ചില പ്രാദേശിക സമിതികൾ വേണ്ടിവരും. അതിൻ്റെ ഭാഗമായി കാണുന്നത് ഇപ്പോൾ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, വാർഡുകളുണ്ട്, കോർപ്പറേഷൻ ഡിവിഷനുകളുണ്ട്. ഇവിടങ്ങളിൽ ഒരു മോണിറ്ററിംഗ് സമിതി ഉണ്ടാവണം. അതിൽ റെസിഡൻസ് അസോസിയേഷനുള്ള സ്ഥലത്ത് അതിൻ്റെ പ്രതിനിധി ഉണ്ടാവണം. ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നാട്ടുകാരുടെ പ്രതിനിധി, വാർഡിൻ്റെ മെമ്പറോ കൗൺസിലറോ, സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ SI, വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി. ആ പ്രദേശത്ത് ചാർജുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ, സന്നദ്ധ പ്രവർത്തകരുടെ പ്രതിനിധി, അവിടെ അംഗൻവാടി ഉണ്ടെങ്കിൽ ആ അംഗൻവാടിയിലെ ടീച്ചർ, കുടുംബശ്രീയുടെ ഒരു പ്രതിനിധി, പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പ്രതിനിധി, വാർഡിലുള്ള ആശാ വർക്കർ, ഇവരൊക്കെ ഉള്ളതാണ് ഈ സമിതി. ഈ സമിതി വീടുകളുമായി നിരന്തരം സമ്പർക്കത്തിലാവും. ഇത്തരം ആളുകളുള്ള വീടുകളെ പ്രത്യേകമായി പട്ടികപ്പെടുത്തും. അവിടെയുള്ള പ്രായമായവരുടെയും രോഗമുള്ളവരുടെയും കാര്യത്തിൽ പ്രത്യേക കരുതലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ രോഗാർക്കുമില്ല, എന്നാൽ നല്ല ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിന് നിത്യം ആ വീടുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രക്രിയ ഈ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. സമിതിയിലുള്ളവർ തന്നെ ആവണമെന്നില്ല, അവർ നിശ്ചയിക്കുന്ന ആളുകൾ അവിടെ പോയാലും മതി. എന്നാൽ ഇതോടൊപ്പം വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചെത്തി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അവരുടെ കാര്യത്തിലും ഈ മോണിറ്ററിംഗ് സമിതിയുടെ ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ എല്ലാ വീടുകളിലും സമിതിയുടെ ഒരു പ്രതിനിധി എല്ലാ ദിവസവും എത്തുന്ന നില വേണം. ഇതോടൊപ്പം ഇനി നാം നേരിടുന്ന ഭീഷണി ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ ആരോഗ്യ സംവിധാനം കൂടുതൽ ഫലപ്രദവും വികേന്ദ്രീകൃതവുമാകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ
പ്രൈവറ്റ് മേഖലയിലെ ആശുപത്രികളെയും ഡോക്ടർമാരെയും അവിടെയുള്ള സ്റ്റാഫിനെയും കൂടി നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ DMO ആണ് തയ്യാറാക്കേണ്ടത്. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഈ കോവിഡ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് IMAയുടെ സഹകരണവും ഉറപ്പിക്കുന്നതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ടെലിമെഡിസിൻ സൗകര്യം. അപ്പോൾ ഏതൊക്കെ ഡോക്ടർമാരെയാണ് ടെലിമെഡിസിനിൽ കൂടി ബന്ധപ്പെടാനാവുക, ആ ഡോക്ടർമാരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇത്തരം വീടുകളിൽ ലഭ്യമാക്കും. അതോടൊപ്പം ഡോക്ടർക്ക് രോഗിയെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അതിനുള്ള സൗകര്യമുണ്ടാക്കും. കാരണം പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വാഹനം ഉപയോഗിച്ച് ആ ഡോക്ടർക്ക് രോഗിയുടെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ഇതിനു പുറമെ ഓരോ പഞ്ചായത്തിലും ഒരു മൊബൈൽ ക്ലിനിക്ക് ആവശ്യമായി വരും. അതിന് ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റാവശ്യമായ സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ടാകും. ഇത്തരത്തിലൊരു കരുതൽ തുറന്നുള്ള ഘട്ടത്തിൽ നാം സ്വീകരിക്കുകയാണ്. കാരണം ഓരോ പഞ്ചായത്തിലും ക്വാറന്റൈനിലുള്ളവർ തന്നെ ധാരാളം പേരാവും. പ്രായമുള്ളവർ, മറ്റ് രോഗങ്ങൾ ബാധിച്ച വൾണറബിൾ ഗ്രൂപ്പിൽപ്പെട്ടവർ, ഇത്തരം ആളുകളെ നിരന്തരമായി നിരീക്ഷിക്കുക എന്നത് നാം ഒരു ചുമതലയായി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് മടങ്ങി വരാൻ സൗകര്യമൊരുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവർക്കും അറിയാം, നിരന്തരമായിട്ട് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ പ്രായോഗിക നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രായോഗിക നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങോട്ട് വരും. അത്തരമൊരു ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ, ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാരുണ്ട്. അവരിങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു വരുന്നത് പ്രായോഗികമാവില്ല. അതിനും ഒരു മുൻഗണന കണക്കാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ അനുമതി നൽകും. അതിൽ വിദ്യാർത്ഥികളുണ്ട്,
അവധിക്കാല ക്യാമ്പിനും മറ്റും പോയവരുണ്ട്, കോഴ്സ് കഴിഞ്ഞവരുണ്ട്, ഇപ്പോൾ ഹോസ്റ്റൽ അടച്ച് അവിടെ നിൽക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള നാട്ടിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായ മുതിർന്ന പൗരന്മാർ ബന്ധുക്കളെയോ മറ്റാവശ്യങ്ങൾക്കോ ആയി പുറത്തു പോയതാണ്, അവർക്ക് തിരിച്ചു വരണം. ഗർഭിണികളായ സ്ത്രീകൾ, ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന നൽകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പുറത്ത് സ്ഥിരതാമസമായിട്ടുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ, അവരുടെ ബന്ധുക്കളും മറ്റും ഇവിടെയുണ്ട്, ബന്ധുക്കളെ കാണണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അവരിപ്പോൾ ധൃതി കാണിക്കരുത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ വരുന്നത് ഒഴിവാക്കണം. സ്ഥിരമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഈ ഘട്ടത്തിൽ ഒഴിവാകുന്നതാണ് നല്ലത്. ഇപ്പോൾ നോർക്കയിലെ പോർട്ടലിൽ 1,30,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എയർപോർട്ടുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. സംസ്ഥാന അതിർത്തിയിൽ ഇവരെത്തേണ്ടത് എപ്പോഴാണ് എന്ന് അറിയിക്കും. ആ സമയത്താണ് അവർ സംസ്ഥാന അതിർത്തിയിലെത്തേണ്ടത്. അവിടെ വിശദമായ സ്ക്രീനിംഗ് നടക്കും. അതിൻ്റെ ഭാഗമായി രോഗലക്ഷണമുള്ളവരാണെങ്കിൽ സർക്കാർ ഒരുക്കിയ ക്വാറന്റൈനിലേക്ക് പോകണം. അല്ലാത്തവർക്ക് വീട്ടിലേക്ക് പോകാം, ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക്. 14 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈനിൽ കഴിയുന്നവർ പൂർണ്ണമായും നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ഇക്കാര്യത്തിൽ സംസ്ഥാന അതിർത്തിയിലെത്തി, വീട്ടിലെത്തി, അവിടെ ക്വാറന്റൈൻ കൃത്യമായി പാലിച്ചു പോവുക. ഇതിനെല്ലാം ചുമതല പോലീസിന് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയെന്ന് അവർ ഉറപ്പുവരുത്തണം. നേരെ വീട്ടിലേക്കാണ് പോയത്, വഴിക്ക് എവിടെയും തങ്ങിയില്ല എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നു എന്നുള്ളതും ഉറപ്പുവരുത്താനാവണം. ഇതോടൊപ്പം വീടെവിടെയാണ് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ക്വാറന്റൈൻ സൗകര്യമുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ ആദ്യത്തെ 14 ദിവസം വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് സർക്കാർ ഒരുക്കുന്ന ഒരു ക്വാറന്റൈൻ സ്ഥലമുണ്ട്. രോഗലക്ഷണമുള്ളവരെ പാർപ്പിക്കുന്ന ക്വാറന്റൈൻ സ്ഥലമല്ല, അല്ലാത്തൊരു സ്ഥലം. അവിടെ അവർ കഴിയണം. നേരത്തെ വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ. ഈ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകൃതമായി വലിയ തോതിൽ നടന്നാലേ നമുക്ക് ഇനിയുള്ള ഘട്ടത്തെ അതിജീവിക്കാൻ കഴിയും. എല്ലാ വിദഗ്ധരും ആശങ്കപ്പെടുന്നൊരു കാര്യം സാമൂഹ്യ വ്യാപനത്തിൻ്റെതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തെ നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും അങ്ങേയറ്റം വികേന്ദ്രീകൃതമായ സംവിധാനങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ടാണ് വാർഡ് തല മോണിറ്ററിംഗ് സമിതിയെക്കുറിച്ച് പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഒരു സമിതി ഉണ്ടാവണം. ആ സമിതിയുടെ അധ്യക്ഷൻ
ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണായിരിക്കും. അംഗങ്ങളായി ആ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിപക്ഷ നേതാവ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, MLAയോ MLAയുടെ പ്രതിനിധിയോ, പോലീസിൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മേധാവി, അവിടെയുള്ള സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സാമൂഹ്യ സന്നദ്ധ സേനയുടെ ഒരു പ്രതിനിധി, കുടുംബശ്രീയുടെ പ്രതിനിധി, ആശാ വർക്കർമാരുടെ പ്രതിനിധി, പെൻഷനേഴ്സ് യൂണിയൻ്റെ പ്രതിനിധി, ഇത്രയും അംഗങ്ങളാണ് അതിനകത്തുണ്ടാവേണ്ടത്. ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലൊരു സമിതിയെ കാണുന്നുണ്ട്. അത് കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, ജില്ലാ പഞ്ചായത്ത് ഓഫീസർ, ഇവരെല്ലാം അടങ്ങുന്നൊരു സമിതി കാര്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു പോകണം. ഇതിൽ ആരോഗ്യ സംബന്ധമായ പരിശോധനയുടെ അതുപോലുള്ള കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനായിരിക്കും. സുരക്ഷയൊരുക്കൽ, മാനദണ്ഡങ്ങൾ ലംഘിക്കില്ലെന്ന് ഉറപ്പുവരുത്തൽ, അത് പോലീസിൻ്റെ ചുമതലയായിരിക്കും. നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചു പോകുന്നതിന് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയോട് തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കേന്ദ്രം ആദ്യ ഉത്തരവിൽ ബസ് മാർഗമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും ഇടപെട്ടു. കേന്ദ്രം പിന്നീടത് മാറ്റി ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചില ട്രെയിനുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിലാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കുന്നത്. നമ്മളാരെയും നിർബന്ധിച്ച് തിരിച്ച് അങ്ങോട്ട് അയക്കുകയല്ല. എന്നാൽ ഇത്തരമൊരവസ്ഥയിൽ നാട്ടിൽ പോയി ബന്ധുക്കളെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അവർക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, അവരെത്തേണ്ട സ്ഥലം, അവരുടെ നാട്, അവിടുന്ന് NOC ലഭിച്ചാൽ മാത്രമേ ട്രെയിൻ അനുവദിക്കലും ട്രെയിനിൻ്റെ യാത്ര തുടങ്ങലും ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ചില സ്ഥലത്ത് NOC ലഭിക്കുന്നതിന് ചില ബന്ധപ്പെടലുകൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ ചീഫ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. പോയത് ഒറീസയിലേക്കായിരുന്നു ഇന്നലെ പോയത്. ഇന്ന് ഒറീസ ചീഫ് മിനിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. കേരളത്തിന് നന്ദി അറിയിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവർ നാട്ടിലേക്ക് വരുന്നതാണ്, എപ്പോഴും തിരിച്ചു വരുന്നതിന് സ്വാഗതമാണ്, അവരെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു പ്രയാസവും ഇവിടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ ജീവനക്കാർക്ക്
സഹായധനം അനുവദിച്ചിട്ടുണ്ട്. വേതനം ലഭിക്കാത്തവർക്കും ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്കും അടച്ച തുകയുടെ 90%, 7,500 രൂപയോ ഏതാണ് കുറവ് എന്ന നിരക്കിൽ പലിശരഹിത ധനസഹായം നൽകും. തിരിച്ചടക്കേണ്ടതാണ്. തിരിച്ചടവ് പരമാവധി 24 മാസഗഡുക്കളായിരിക്കും. 30,000 അംഗങ്ങൾക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനാവും. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകാനുണ്ടായിരുന്ന സ്കോളർഷിപ്പ് കുടിശ്ശിക 131 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് ഒട്ടേറെ പ്രമുഖ വ്യക്തികളും പ്രധാന സംഘടനകളും എല്ലാം സംഭാവനകൾ നൽകുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. മുൻ മന്ത്രി KP വിശ്വനാഥൻ തൻ്റെ 80ാം പിറന്നാൾ ദിനത്തിൽ MLA പെൻഷൻ 42,000 രൂപ നൽകിയിട്ടുണ്ട്. വിശ്വനാഥന് പിറന്നാൾ ആശംസകൾ കൂടി ഈ ഘട്ടത്തിൽ നേരുകയാണ്. മുൻ UDF കൺവീനർ PP തങ്കച്ചൻ 33,500 രൂപ നൽകിയിട്ടുണ്ട്. പയ്യന്നൂരിലെ കോൺഗ്രസ് നേതാവ് KN കണ്ണോത്ത് 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. 96-ൽ അദ്ദേഹം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ. മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമി അധ്യക്ഷൻ RS ബാബുവും കുടുംബവും 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. എഴുത്തുകാരി ഡോക്ടർ ഖദീജ മുംതാസ് തൻ്റെ പെൻഷൻ തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ നൽകി. സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷ എന്ന നിലയിൽ ലഭിക്കുന്ന ഓണറേറിയം മുഴുവൻ ശിഷ്ടകാലത്തേക്ക് അവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിവെച്ചിരുന്നു. അതിനു പുറമെയാണ് 1 ലക്ഷം രൂപ നൽകിയിട്ടുള്ളത്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ 71,190 രൂപ നൽകിയിട്ടുണ്ട്. വിക്രം സാരാഭായ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം 1,08,52,966 രൂപ നൽകിയിട്ടുണ്ട്. അവർ എല്ലാവരും ഇപ്പോൾ സ്ഥലത്തില്ല, കുറേ ആൾക്കാർ നൽകിയതാണ്. ബാക്കി പിന്നീടൊരു ഘട്ടത്തിലും തരും എന്നവർ പറയുകയുണ്ടായി. രജിസ്റ്റേർഡ് മെറ്റൽ ക്രഷേഴ്സ് യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 1 കോടി രൂപ നൽകിയിട്ടുണ്ട്. കുറുമാത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 21,26,500 രൂപ. കുറ്റ്യാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് 17,04,600 രൂപ. വിസ്മയ പാർക്ക് 17,50,000 രൂപ. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് 15,08,000 രൂപ. കുറ്റ്യേരി സർവീസ് സഹകരണ ബാങ്ക് 12,68,793 രൂപ. അഴിയൂർ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 12,62,000 രൂപ. മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് 10,94,487 രൂപ. സിനിമാ നിർമ്മാണ കമ്പനിയായ ഗോൾഡ് കോയിൻ മോഷൻ പിക്ചേഴ്സിൻ്റെ ഉടമകളായ സംവിധായകൻ രഞ്ജിത്തും PM ശശിധരനും ചേർന്ന് 10 ലക്ഷം രൂപ. ധർമ്മടം മണ്ഡലത്തിലെ വേങ്ങാട്, പിണറായി, ധർമ്മടം, പെർളശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ 10 ലക്ഷം രൂപ വീതം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ 10 ലക്ഷം. തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. മൊറാഴ വിദ്യാഭ്യാസ സഹകരണ സംഘം സ്റ്റംസ് കോളേജ് 3,50,000. തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് സഹകരണ കോളേജ് 2,93,354 രൂപ. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മറ്റ് സഹകരണ സംഘങ്ങൾ ചേർന്ന് 21,05,896 രൂപ. ധർമ്മടം നവദീപം വായനശാല 2 ലക്ഷം രൂപ. കോഴിക്കോട് പതിയാരക്കര VP ഓറിയന്റൽ സ്കൂളിലെ മുഴുവൻ ജീവനക്കാരും 1 മാസത്തെ ശമ്പളം 7,76,350 രൂപ. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം രൂപ.
എഞ്ചിനീയേഴ്സിൻ്റെ സംഘടനയായ IEEE 1,22,000 രൂപ. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് 1,00,000 രൂപ. എടനാട് വെസ്റ്റ് LP സ്കൂൾ 1,00,000 രൂപ. കരിവള്ളൂർ A1 ക്ലബ്ബ് 1,00,000 രൂപ. തായ്നേരി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി 1,00,000 രൂപ. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബ്ബ് 1,00,000 രൂപ. ശാസ്താംകോട്ടയിലെ ബസവേശ്വര പീപ്പിൾസ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് 50,000 രൂപ. ഓൾ ഇന്ത്യ വീരശൈവസഭ 20,000 രൂപ. പ്രതീക്ഷ ഓർഗൻ റെസിപ്പിയൻറ്റ് ഫാമിലി ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി 20,000 രൂപ. പാതിരിയാട് ക്ഷീരവ്യവസായ സഹകരണ സംഘം 80,000 രൂപ. തൃശൂർ അന്നമനട കളിമൺ വ്യവസായ സഹകരണ സംഘം തൊഴിലാളികൾ മെയ് 1 അവധിയെടുക്കാതെ തൊഴിൽ ചെയ്ത് ഒരു ദിവസത്തെ വേതനം 18,000 രൂപ. ട്രിവാൻഡ്രം തമിഴ് സംഘം 50,000 രൂപ. അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ തൃശൂർ ചെമ്പുക്കാവിലെ ചിത്രം നമ്പൂതിരിപ്പാട് 25,000 രൂപ. CPM നേതാവായിരുന്ന E. ബാലാനന്ദൻ്റെ പെൻഷൻ തുക ഭാര്യ സരോജിനി ബാലാനന്ദൻ കൈമാറിയിട്ടുണ്ട്. CPM നേതാവായിരുന്ന N. ശ്രീധരൻ്റെ സഹധർമ്മിണി പത്മാവതി ടീച്ചർ 10,000 രൂപ. തദ്ദേശഭരണ സ്ഥാപന വകുപ്പ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് KK ദിനേശൻ 2,00,000 രൂപ. ജന്മന ഇരു കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട് കഴിയുന്ന തിരുവനന്തപുരം കാച്ചാണിയിലെ മണികണ്ഠൻ 5,000 രൂപ. അദ്ദേഹത്തിൻ്റെ വീടാണ് ലൈഫ് ഉദ്ഘാടന ദിവസം സന്ദർശിച്ചിരുന്നത്. പട്ടാമ്പി ചാലിശ്ശേരി കൂറ്റനാട്ട് വട്ടേനാട് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ്, സഹോദരൻ അനിരുദ്ധ് എന്നിവർ 15,100 രൂപ ചാലിശ്ശേരി ജനമൈത്രി ബീറ്റ് ഓഫീസർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണക്കാട് ഗവൺമെൻറ് TTIയിലെ മുഴുവൻ അധ്യാപകരും ചേർന്ന് 51,000 രൂപ ഒരു മാസത്തെ ശമ്പളം മാറ്റിവെക്കുന്നതിന് പുറമെയാണ് ഇവർ ഈ തുക കൈമാറിയത്. കാഞ്ഞങ്ങാട് അതിയാമ്പൂർ സ്വദേശികളായ റിട്ടയേർഡ് അധ്യാപക ദമ്പതിമാരായ ഗോപിനാഥൻ നായരും ആനന്ദവല്ലേശ്വരി അമ്മയും ചേർന്ന് 2,00,000 രൂപ. പെരുമ്പുന്ന ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകൻ KP ഷാജി മാസ്റ്റർ 1,00,000 രൂപ. കാലിക്കറ്റ് സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ പത്മജ 1,50,000 രൂപ. ശ്രീകണ്ഠപുരം ചേപ്പറമ്പ് സ്വദേശി കാവിൽ കണ്ണൻ 1,00,000 രൂപ. എറണാകുളം പൂണിത്തുറയിലെ സംസാരശേഷിയില്ലാത്ത റിനി മനോജ് തൻ്റെ 8 മാസത്തെ വികലാംഗ പെൻഷനായ 10,000 രൂപ. മലപ്പുറം വാഴയൂർ പഞ്ചായത്തിലെ പാറമ്മൽ ഗന്ധാലയമേൻ വായനശാല കുട്ടികളുടെ വിഷുക്കൈ നീട്ടവും മുതിർന്ന അംഗങ്ങളുടെ വാർദ്ധക്യ പെൻഷൻ തുകയുമടക്കം 32,100 രൂപ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു റിട്ടയേർഡ് ഡോക്ടർ 2,00,000 രൂപ. ഇങ്ങനെ വിവിധ ആളുകളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ളത്. പരീക്ഷ നടത്തുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ SSLC +2 പരീക്ഷ അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ ടാബുലേഷൻ അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ചില നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തത ഉണ്ടാവുക മാത്രമേ വേണ്ടൂ. അന്തർജില്ലാ യാത്രകളുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ അന്തർജില്ലാ യാത്ര അത്യാവശ്യ കാര്യങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് കൊല്ലത്തുള്ള ഒരാൾ ബന്ധു വീട്ടിൽ ലോക്ക്ഡൌണിന് മുമ്പ് വന്നതാണ്, തിരുവനന്തപുരത്ത് വന്നതാണ്. അദ്ദേഹം ഇവിടെ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഈ അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ഇപ്പം ചോദിച്ചാൽ അനുവദിക്കും. ഒരേ സാമ്പിളിൽ തന്നെ വ്യത്യസ്ത റിസൾട്ട് വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ വിശദവിവരമില്ല, പരിശോധിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. സർക്കാർ എന്താണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ? അത് സാധാരണഗതിയിൽ ഒരു സംശയകരമായ ഒരു സാഹചര്യം ഒരു പരിശോധന ഉണ്ടായതുകൊണ്ടാണല്ലോ രണ്ടാമതൊരു പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിൽ കൃത്യമായ ഫലം വന്നു എന്നാണ് കാണിക്കുന്നത്. അതിനെപ്പറ്റി വിഷമിക്കണ്ട, തൽക്കാലത്തേക്ക് മാത്രമാണ്. നോർക്കയിലും എംബസിയിലും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ നോർക്കയിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതാത് എംബസിക്ക് കൈമാറിയാൽ
നമുക്ക് ആ രണ്ട് സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം? എംബസിയിൽ മാത്രമല്ല, നമ്മൾ പൂർണ്ണമായിട്ട് ആ പേര് വിവരങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെട്ട എംബസികളിലും അതത് രാജ്യങ്ങളിലെ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള എല്ലാ വിവരങ്ങളും കൈമാറുന്നുണ്ട്. അപ്പോൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ പ്രവാസികൾ? അല്ല, അത് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. എനിക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേ പറയാൻ പറ്റും. ഈ പേരുകൾ നമുക്കെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആ പേരുകൾ മുഴുവൻ കൊടുത്ത് പിന്നെ എംബസിയെ സഹായിക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുകൂടി, നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഈ വാടക ചോദിക്കരുതെന്ന് നേരത്തെ സിഎം പറഞ്ഞു. നമ്മുടെ ഈ കെട്ടിട നികുതി അതിന് സാവകാശം കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മെയ് 5 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ നികുതി അടയ്ക്കുന്നതിനൊരു അത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യമായ ഇളവുകൾ അനുവദിക്കും, സമയവും അനുവദിക്കും. സിഎം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ, അതിഥി തൊഴിലാളികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സംസ്ഥാനത്തിന് അതിനെന്തെങ്കിലും ചെലവുണ്ടോ? സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം കേന്ദ്രം ഈടാക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു? ഇതേവരെ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നിലക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ ഒരു സ്വയമേവയുള്ള ചെയ്യൽ മാത്രമാണ്. മറ്റേതെങ്കിലും തരത്തിലൊരു അവർ കേന്ദ്രം ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടല്ല. അവരിപ്പോൾ 3-4 ദിവസം യാത്ര ചെയ്യേണ്ടി വരുന്നു. ആ ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. ഇതൊന്നും വഴിക്കെവിടെയും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കരുതലോട് കൂടിയായിരിക്കണം ഇവിടുന്ന് പോകുന്നത്. അവരോടിപ്പോൾ അതിന് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് വിഷമാണ്. അത് നമ്മുടെ ജില്ലാ ഭരണ സംവിധാനമാണ് ഓരോ സ്ഥലത്തും അതിനാവശ്യമായ നടപടികൾ എടുക്കുന്നത്. അത് നമ്മുടെ തന്നെ കുറേ ജീവനക്കാർ പോയിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം. അപ്പോൾ ഈ മടക്കയാത്രയിൽ, ഈ ട്രെയിനുകളുടെ മടക്കയാത്രയിൽ അവിടുന്ന് മലയാളികളെ കൊണ്ടുവരാൻ എന്തെങ്കിലും നിർദ്ദേശം പരിഗണനയുണ്ടോ? ഇവിടുന്ന് ആര് പോയിരിക്കുന്നു? ഇവിടുന്ന് ആര് പോയി എന്നാ പറയുന്നത് നിങ്ങൾ? എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പോലീസ്, RPF മാത്രമാണ്. അല്ല, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിവരമില്ല ഇതേവരെ. അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. നമ്മുടെ ആരെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രായമായവരൊക്കെ സംരക്ഷിക്കുക ചെയ്യുമ്പോൾ ഒരു മുൻകരുതൽ നമുക്ക് വെന്റിലേറ്ററുകളൊക്കെ വേണ്ടി വരും, കൂടുതൽ ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങൾ വേണ്ടി വരും. അതിപ്പോൾ അതിന്റെ ലഭ്യത നമുക്ക് എത്രത്തോളമായിട്ടുണ്ട്? സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാകേണ്ടതില്ല. നേരത്തെ ഈ ജില്ലകൾ വിട്ടുള്ള യാത്രയ്ക്ക് അനുമതി എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ക്വാറന്റൈൻ നിർബന്ധമല്ലല്ലോ അവർക്ക് പോയി വരാനൊക്കെ നോർമലി പറ്റില്ലേ ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ? അത് അവരെ ഓരോ കേസും ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്താകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ കുറച്ചളവുണ്ടാവും. പക്ഷെ അതൊരു ഓരോ കേസിനെയും ആശ്രയിച്ച് നിൽക്കുന്നതാണത്. എങ്ങനെ? രോഗമില്ലാത്തവർക്ക് പോയി വരാനോ മറ്റു ജില്ലകളിൽ? അല്ല, അതിന് വലിയ പ്രയാസം വരില്ല. പക്ഷെ അനുമതി വേണം. ജില്ല കടന്നു പോകണമെങ്കിൽ അനുമതി വേണം. ജില്ല കടന്ന് ഒരു യാത്ര നടത്താൻ കഴിയില്ല. ജില്ല കടന്നു പോകേണ്ട ആവശ്യം പറഞ്ഞ് അനുമതി വാങ്ങി പോകാനേ പറ്റൂ. സിനിമകളുടെയും മറ്റും പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്താൻ ഇന്ന് അനുമതി കൊടുത്തതായിട്ട് മന്ത്രി AK ബാലന്റെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അപ്പോൾ ഈ സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകൾ ആരംഭിക്കാമോ? ടെലിവിഷനുകൾക്ക് ചെറിയ ഷോകൾ ഈ നിയന്ത്രണം പാലിച്ച് ഷൂട്ട് ചെയ്യാൻ അനുമതിയുണ്ടോ? അത്തരം കാര്യങ്ങൾ പൊതുവിൽ അനുമതിയായിട്ടില്ല. അവരുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ പറ്റൂ. ആ തീരുമാനം എടുക്കാൻ ഇരിക്കുകയാണ്. മറ്റു ടാക്സിക്ക് അനുമതി കൊടുക്കുന്നു, ഓട്ടോറിക്ഷയ്ക്ക് അനുമതി സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ? അതോ കേന്ദ്ര നിർദ്ദേശം കാരണമാണോ കൊടുക്കാത്തത്? കേന്ദ്ര നിർദ്ദേശത്തിൽ ഓട്ടോറിക്ഷ ഓടാൻ പാടില്ല എന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓട്ടോറിക്ഷ ഓടുന്നതിന് നമുക്ക് വലിയ തടസ്സമില്ല. പക്ഷേ കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ ഒരു ലംഘനം വേണ്ട എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിച്ച് പോവുകയാണ്. സിഎം, ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാരിന്റെയോ അർദ്ധ സർക്കാരിന്റെയോ സ്ഥാപനങ്ങളിലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വാടക 3 മാസത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട്. പക്ഷേ KSRTCയുടെ ഷോപ്പിംഗ് മാളുകളിൽ, ഷോപ്പിംഗ് സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വാടക ഈടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ KTDFC തന്നെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടും? അല്ല, ഇത്തരം എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ നയം ഒന്ന് തന്നെയാണ്. അതിൽ പ്രശ്നം എന്തെങ്കിലും ഉയർന്നു വന്നാൽ അതിനനുസരിച്ചുള്ള നിലപാടെടുക്കും. ഒരു ക്ലാരിഫിക്കേഷൻ, അതായത്
ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യം ഉണ്ടാകും? കുറച്ച് ബുദ്ധിമുട്ടും അവർ, കാരണം ഈ അതിർത്തിയിലെത്തിയാൽ ഇങ്ങോട്ട് കടക്കണമല്ലോ. അപ്പോൾ അതിർത്തിയിലെത്തുന്നതിന് സമയം നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് സമയം വാങ്ങി വരുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ഇപ്പം ഈ ഒറ്റ ഇരട്ടാക്ക ആ രീതി മാറില്ല, എല്ലാ ദിവസവും എല്ലാ വാഹനങ്ങളും ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങാമല്ലോ അല്ലേ, അങ്ങനെയല്ലേ? അല്ല, ആ തരത്തിലേക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അത് പട്ടണത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പ്രത്യേകത വെച്ച് വാഹനങ്ങളുടെ എണ്ണം ക്രമീകരിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണ്. അത് പ്രത്യേക അറിയിപ്പ് വരണം ആ കാര്യത്തിൽ. ലോക്ക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായും അത് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അവിടെ ആവശ്യമുണ്ട്. അത് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്, അത് തുടരുന്നുണ്ട്. നവോദയയിൽ പഠിക്കുന്ന ഇന്റർ സ്റ്റേറ്റ് ക്ലാസ്സിന് വേണ്ടി 100-ലേറെ കുട്ടികൾ 10-12 വയസ്സുള്ള മലയാളി ഇപ്പോഴത്തെ നവോദയ സ്കൂളിലെ കുട്ടികൾ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥ കുടുംബങ്ങളൊക്കെ നമ്മളൊക്കെ വിളിച്ച് പറയുന്നത്. അതെ, അത്തരം കുട്ടികൾക്ക് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നല്ല മുൻഗണന അവർക്കുണ്ടാവും. ലോക്ക്ഡൌൺ ഇത്രയും ദിവസമായി KSRTCയിൽ 6000-ഓളം എംപാനൽ ജീവനക്കാർ, അതുപോലെ തന്നെ ആയോധന കലകൾ പരിശീലിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നിയമിച്ച അധ്യാപകർ, ഇവർക്കൊന്നും വേതനമില്ലാത്തൊരവസ്ഥയാണ്. അതിനെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കും? അല്ല, അത് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകം പരിശോധിച്ച് പറയാം എന്താണെന്നുള്ളത്. 6000-ഓളം എംപാനൽ ജീവനക്കാരുണ്ട്. ആയിക്കോട്ടെ, അത് പരിശോധിക്കട്ടെ. നമ്മുടെ സമയം ഇന്ന് പറഞ്ഞ കാര്യങ്ങളും ഈ കേന്ദ്രം പ്രത്യേകിച്ച് ഇതിൽ പറയാത്ത പ്രത്യേക ഇളവുണ്ട്, കേന്ദ്രം പറഞ്ഞില്ല, ഇതിൽ പറയാത്ത കാര്യങ്ങൾ അതെല്ലാം പ്രത്യേക മാർഗനിർദ്ദേശം സർക്കാർ പുറത്തിറക്കും. ഇറക്കും. ഒരു കാര്യം കൂടി, ഈ നമ്മുടെ ഞായറാഴ്ചകളിൽ വർക്ക്ഷോപ്പുകള്, മൊബൈൽ കടകൾ അങ്ങനെയൊക്കെ തുറക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ബാധകമായിരിക്കും. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആളുകൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടൊരു പ്രത്യേക വെബ്സൈറ്റ് പോലെ ഒന്നിൽ ഇത് എന്തെല്ലാം പാടുണ്ട്, എന്തൊക്കെ പാടില്ല, ആ കാര്യങ്ങൾ സർക്കാർ പ്രത്യേകമായി അറിയിക്കും. അപ്പോൾ ആർക്കും അത് നോക്കി വ്യക്തത വരുത്താൻ കഴിയും. അത്തരം ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രഭാത സവാരിയുടെ കാര്യം പറഞ്ഞു. ചെറിയ പാർക്കുകളിലൊക്കെ രാവിലെ പോകുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും ചില പാർക്കുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതൊരു പാർക്ക് തുറന്നു കൊടുക്കുക, അവിടെ ചെറിയ വ്യായാമങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? പാർക്കുകൾ തുറക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തുറക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാവും, വളരെ പെട്ടെന്നുണ്ടാവും. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ വളരെ മോശം അനുഭവം നേരിടുന്നു. കാരണം കഴിഞ്ഞ ദിവസം അവിടെ 2 പോസിറ്റീവ് കേസ് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നഴ്സുമാർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാവരോടും ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. അതിനെന്തെങ്കിലും ഇടപെടലുണ്ടാവും? അത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ നമ്മളൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഈ രോഗികളെ ചികിത്സിക്കുന്നവർ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നവരല്ല, നമ്മളൊരു ഏറ്റവും വലിയൊരു സേവനം നടത്തുകയാണ് അവർ. ആ നിലക്കാണ് അതിനെ കാണേണ്ടത്. അവരോട് നല്ല സഹാനുഭൂതിയോടെ പെരുമാറുന്ന നിലയാണ് വേണ്ടത്. ആരും പരുഷമായി പെരുമാറാൻ പാടില്ല. നല്ല രീതിയിൽ അവരുമായി സഹകരിക്കുകയാണ് വേണ്ടത്. അവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും കൊടുക്കുകയാണ് വേണ്ടത്. അത് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹം പൊതുവിൽ അതാണ് ചെയ്യുന്നത്. ഇതേതെങ്കിലും ചില ആളുകൾ കാണിച്ചതായിരിക്കും. പൊതുവിൽ നമ്മുടെ സമൂഹം അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നതല്ല. അങ്ങനെ തെറ്റായ സമീപനം സ്വീകരിക്കുന്നവരെ അവിടെ തന്നെയുള്ള നല്ല ആളുകൾ തിരുത്തിക്കാൻ ശ്രമിക്കുകയും വേണം. നമുക്കിന്ന് രാത്രി യാത്രാ നിയന്ത്രണത്തിന്റെ കാര്യം പറഞ്ഞു. അതിന് ഈ ഗ്രീൻ സോണിൽ ഇളവുണ്ടോ, അതോ മൊത്തത്തിൽ എല്ലായിടത്തുമാണ്? എല്ലായിടത്തുമാണ്. നമുക്കിന്ന് അവസാനിപ്പിക്കാം.